കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 സെന്റിമീറ്റർ ആണ്. അത് 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ആപ്പ്. വരാനിരിക്കുന്ന എല്ലാ PSC എക്സാംസിനും വേണ്ടിയിട്ടുള്ള മാത്സിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോ അടുത്ത എക്സാംസ് ഒക്കെ ഉള്ളവര് നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളും വിശദമായിട്ട് തന്നെ പഠിച്ചു പോകാം. ഓരോ ചോദ്യത്തിൽ നിന്നും അനുബന്ധ വിഷയങ്ങളും എല്ലാം നമുക്ക് നോക്കി അങ്ങ് പോവാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡ് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. 25 പ്ലസ് 35 ഹരിക്കണം -7 മൈനസ് 45 ഇൻറ്റു 2 പ്ലസ് 30 ഇൻറ്റു 4ന്റെ മൂല്യം എത്ര എന്നതാണ് ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കറിയാം ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവൈഡ് മൾട്ടിപ്ലൈ ആഡ് സബ്ട്രാക്ട്. ഈ ഒരു റൂളിൽ മാത്രമാണ് മക്കളെ നമ്മൾ ഇത്തരത്തില് സംഖ്യകളെ പല പല ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. പ്ലസ് ഉണ്ട്, ഡിവൈഡ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത് സോൾവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ളതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഡിവിഷൻ ചെയ്യുക, ഹരണക്രിയകൾ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നീട് അഡിഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒരു രീതിയിൽ മാത്രമാണ് നിങ്ങൾ ക്രിയകൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോ ഈ ഒരു ചോദ്യത്തിനകത്ത് കണ്ടോ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലായി ആദ്യം ആ ബ്രാക്കറ്റിനകത്തുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അല്ലെ. അപ്പൊ അത് മുതൽ നമുക്ക് അങ്ങ് ചെയ്തു തുടങ്ങാം. അപ്പൊ ഇവിടെ 25 പ്ലസ് 35 ഹരിക്കണം -7 മൈനസ് അതുവരെ നിർത്തി. 45നെ 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് കിട്ടുന്നത്. 45 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ആണ്. അപ്പൊ -90 ഞാൻ അതുപോലെ തന്നെ എഴുതി, പ്ലസ് 30 ഇൻറ്റു 4. ഓക്കെ അല്ലേ. സോ ആ ബ്രാക്കറ്റിനകത്തുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, ഓഫ് ഇല്ല ഇവിടെ. നെക്സ്റ്റ് നമ്മൾ പോവേണ്ടത് ഡിവിഷനിലോട്ടാണ്. ഡിവിഷൻ ഉള്ളത് എവിടെയാണ്? ദാ ഇവിടെയാണ് ഡിവിഷൻ ഉള്ളത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തു പോകേണ്ടത് ഡിവിഷൻ ആണ്. പിന്നീട് നമുക്കറിയാം ഡിവിഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഡിവിഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഈ 30 ഇൻറ്റു 4 ആണ്. സോ നമുക്ക് അത് രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ 25 പ്ലസ് 35നെ 7 കൊണ്ട് ഹരിച്ചാൽ 5 ആണ്. -7 കൊണ്ട് ഹരിച്ചാലോ -5 ആണ് അല്ലെ. -90 പ്ലസ് 30 ഇൻറ്റു 4 എത്രയാണ്? 120 ആണ്. ശരിയല്ലേ. അപ്പൊ നമ്മൾ ഡിവിഷനും ചെയ്തു. ഡിവിഷൻ കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്നറിയാം. എങ്കിൽ പോലും നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷനും കൂടെ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങ് ചെയ്തു. ഇപ്പൊ നമുക്കിവിടെ പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂ. ഇൻറ്റു ഡിവിഷൻ ഒന്നുമില്ല, അതെല്ലാം പോയി. അപ്പൊ പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പ്ലസും മൈനസും അടുപ്പിച്ച് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് നമുക്ക് എന്താണെന്നറിയാം, മൈനസ് ആണെന്നറിയാം. സോ തൊട്ടടുത്ത സ്റ്റെപ്പില് 25 മൈനസ് 5 മൈനസ് 90 പ്ലസ് 120 എന്ന് വരും. പ്ലസും മൈനസും മാത്രം, അതായത് അഡിഷനും സബ്ട്രാക്ഷനും മാത്രമാണ് ഇപ്പൊ ഉള്ളത്. ഇത്തരത്തില് ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ നേരിട്ട് 25 മൈനസ് 5ന്റെ ഉത്തരം -90 പ്ലസ് 120 എന്നും ചെയ്യാം. അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യുകയും നെഗറ്റീവ് നമ്പേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യുകയും ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. പ്ലസും മൈനസും മാത്രം വരികയാണെങ്കിൽ അത് നേരിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് ആദ്യം ചെയ്തതിന് ശേഷം മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം 25ഉം 120ഉം പോസിറ്റീവ് സംഖ്യകളാണ്. അങ്ങനെയെങ്കിൽ 120 പ്ലസ് 25 എത്രയാണ്? 145 ആണ് അല്ലെ. 145. പിന്നീട് -5ഉം -90 ഉള്ളത്. രണ്ട് സംഖ്യകൾ മൈനസ് ആണ് അല്ലെ. രണ്ട് മൈനസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവയെ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്താണ്? ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുക്കണം. 90ഉം 5ഉം 95 ആണ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ 145 മൈനസ് 95 എന്ന് വരും അല്ലെ. 145 മൈനസ് 95. 145 95 പോയാൽ നമുക്കറിയാം 50 ആണ് ആൻസർ വരുന്നത്. പോസിറ്റീവ് 50 ആണ് അല്ലെ.
സോ ഈ രീതിയിലാണ് ബോർഡ് മാസിന്റെ ചോദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള 45 ഗുണം 2 90 എന്ന് എഴുതി. ഫസ്റ്റ് ഈ ഒരു ബ്രാക്കറ്റ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഡിവിഷനിലേക്കാണ് പോയത്. ഈ ഒരു ഡിവിഷൻ ചെയ്തു. 35 ബൈ -7 എത്രയാ വന്നത്? -5 എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 30 × 4 ഇത്രയും ചെയ്തപ്പോഴത്തേക്കും 25 -5 -90 പ്ലസ് 120 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നേരിട്ട് 25ൽ നിന്നും 5 കുറയ്ക്കുക, ആ ഉത്തരം -90 ചെയ്യുക, പ്ലസ് 120 ചെയ്യുക. അതല്ലെങ്കിൽ ആദ്യത്തെ 25ഉം 120ഉം കൂടെ കൂട്ടി 145 എന്നും -5 -90ഉം കൂടെ കൂട്ടി -95 എന്ന് എഴുതാം. then അതിന്റെ വാല്യൂ 145ൽ നിന്നും 95 പോയാൽ എത്രയാ ഉത്തരം വരുന്നത്? 50 എന്നാണ് ഉത്തരം വരുന്നത്. എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ചോദ്യമാണ് ഈ ബോർഡ് മാസിന്റെ ചോദ്യം. ഇത് കൃത്യമായിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയുന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടെ ചെയ്യുക. ബോർഡ് മാസ് മറക്കരുത്. ബ്രാക്കറ്റ്, ഓഫ്, ഡിവൈഡ്, മൾട്ടിപ്ലൈ, ആഡ്, സബ്ട്രാക്ട് ഈ റൂൾ ഫോളോ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ ഏത് എന്നാണ് ചോദ്യം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ. ഇവിടെ രണ്ടക്ക സംഖ്യകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പോ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന സംഖ്യകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റും? 5ന്റെ ഗുണന പട്ടിക അറിയാം. ഒരു 5 5, 2 5 10, 3 5 15 അല്ലെ. ഇതിനൊക്കെ കൂടെ ഒരു 1 ചേർക്കുക. അപ്പൊ എത്ര വന്നു? 6 അല്ലെ. 6നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം ശിഷ്ടം എത്ര? ശേഷിക്കുന്നത് എത്രയാണ്? 1 ആണ്. അതേപോലെ 11നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ 5 10 ശേഷിക്കുന്നത് എന്താണ്? 1 ആണ്. അപ്പോ 5ന്റെ ടേബിളിൽ വരുന്ന സംഖ്യയുടെ ഒക്കെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന സംഖ്യകൾ കിട്ടും. പക്ഷെ ഇവിടെ രണ്ടക്ക സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് തന്നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന ആദ്യത്തെ സംഖ്യ നമുക്ക് 11 ആയിരിക്കും. അടുത്ത സംഖ്യ ഏതാണ്? 5ന്റെ ഗുണന പട്ടികയിൽ 10 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 15 ആണ് അല്ലെ. 15നോട് 1 ചേർത്താൽ എത്രയാണ് വരുന്നത്? 16. അപ്പോ 11, 16 തുടങ്ങിയ സംഖ്യകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമാന്തര ശ്രേണി നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അല്ലെ. 11, 16 അടുത്തത് വരുമ്പോൾ 21 അങ്ങനെയുള്ള ഒരു സമാന്തര ശ്രേണിയാണിത്. സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം ഇവിടെ എന്തായിരിക്കും? 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു പൊതുവ്യത്യാസം നമുക്കറിയാം D എന്നാണ് നമ്മൾ പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കുന്നത്. കോമൺ ഡിഫറൻസ് അത് എത്രയാണ്? 5 ആണ്. ഓക്കെ. അപ്പൊ 16ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലും മതി, 5 ആണ്. 21ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി, 5 ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ്? 5 ആണ് വരുന്നത്. ഇനി ഇവിടുന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 10ാമത്തെ രണ്ടക്ക സംഖ്യയാണ്. 10ാമത്തെ രണ്ടക്ക സംഖ്യയാണ്. നമ്മൾ സമാന്തര ശ്രേണിയിൽ 10ാം പദം എങ്ങനെയാ എഴുതുന്നത്? A10 എന്നാണ്. A10 ആണ് 10ാം പദം എന്ന് പറയുന്നത്. A10 എന്നുള്ളത് A+9D ആയിരിക്കും കേട്ടോ. A10 എന്നുള്ളത് A+9D ആയിരിക്കും. കാരണം an എന്നതിന്റെ സമവാക്യം A+n-1 × D ആണ്. anന്റെ സമവാക്യം എന്താ? A+n-1 × D ആണ്. അങ്ങനെ ആവുമ്പോ n-ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? 10 ആണ് അല്ലെ. അപ്പൊ A+10-1D എന്നല്ലേ ആവുക? 10 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9D ആണ് അല്ലെ. അങ്ങനെ A10 അതായത് 10ാം പദമാണ് നമുക്ക് കാണേണ്ടത്. അതായത് A+9D ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്തരത്തിൽ ഇപ്പോ നിങ്ങളോട് 20ാം പദം ചോദിക്കാന്ന് വിചാരിക്കൂ. A20 നിങ്ങൾ എങ്ങനെ അതിനെ എഴുതും? A+19D. നിങ്ങളോട് 5ാം പദമാണ് ചോദിക്കുന്നത്. A5 എങ്ങനെ നിങ്ങൾ എഴുതും? A+4D. ഒന്ന് കുറയ്ക്കുക. ഡിയുടെ മുന്നിലുള്ള സംഖ്യനെ ഒന്ന് കുറയ്ക്കുക. അപ്പൊ A5 ആണെങ്കിൽ A+4D. A30 ആണെങ്കിലോ A+29D. A100 ആണെങ്കിലോ A+99D. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഇവിടെ 10ാമത്തെ പദായത് കൊണ്ട് A+9D എന്നാണ് വരിക. അപ്പൊ ഇവിടുന്ന് നമുക്ക്
എ എന്നുള്ളത് ആദ്യ പദമാണ് കേട്ടോ. ആദ്യ പദം 11 പ്ലസ് 9 ഇൻറ്റു ഡി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 5. അപ്പൊ എത്ര വരുന്നത്? 11 പ്ലസ് 9 45. 11ഉം 45ഉം കൂടെ ആഡ് ചെയ്താൽ 56 ആണ് ആൻസർ. എത്രയാണ്? 56. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. സമാന്തര ശ്രേണിയിൽ നിന്ന് ഇപ്പൊ എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. എന്നാം പദം കാണാൻ an സമം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് കേട്ടോ. അതിനകത്ത് a എന്നുള്ളത് ആദ്യ പദമാണ്, d എന്നുള്ളത് പൊതുവ്യത്യാസമാണ്. രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഏത് പദം ചോദിക്കുകയാണെങ്കിലും ഇപ്പോ A15 ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ A പ്ലസ് 14D ആണ് കണ്ടെത്തേണ്ടത്. മനസ്സിലാവുന്നില്ലേ? സോ ഓർത്ത് വെച്ചേക്കുക. സോ ഇവിടെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന 10ാമത്തെ രണ്ടക്ക സംഖ്യ ഏത് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. സോ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന രണ്ടക്ക സംഖ്യയുടെ ഒരു ശ്രേണി നമ്മൾ എഴുതി. 11, 16, 21 അങ്ങനെ. അതിൽ നിന്ന് A കിട്ടി, D കിട്ടി. A10 ആണ് ചോദിച്ചത്. A10 എന്ന് വെച്ചാൽ A പ്ലസ് 9D ആണ് അല്ലെ. അപ്പോ A യുടെ സ്ഥാനത്ത് 11 പ്ലസ് 9, D യുടെ സ്ഥാനത്ത് 5ഉം കൊടുത്തു. ആൻസർ കിട്ടി ഓപ്ഷൻ ബി 56. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 52 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര ദൂരം യാത്ര ചെയ്യാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ, സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ഒന്നാമത്തെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, രണ്ടാമത്തെ ഇക്വേഷൻ. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, മൂന്നാമത്തെ ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻ പക്ക നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇക്വേഷൻസ് ഒക്കെ അറിയാം. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദൂരമാണ്. ദൂരം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. സോ ഈ സമവാക്യമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ടോ? സ്പീഡ് 52 കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ എത്രയാ സമയം, ടൈം തന്നിട്ടുള്ളത് 6 മണിക്കൂറാണ് തന്നിട്ടുള്ളത് അല്ലെ. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റുകളാണ്. സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ സമയം ഉറപ്പായിട്ടും അത് മണിക്കൂറിലായിരിക്കണം. ഡിസ്റ്റൻസ് ഓഫ് കിലോമീറ്ററിലും ആയിരിക്കണം. ഓക്കെ, ഇനി ഡിസ്റ്റൻസും അതുപോലെ ടൈമും, ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം മണിക്കൂറിലും ആണെങ്കിൽ ദൂരം എന്തിലായിരിക്കും? കിലോമീറ്റർ പെർ അവറിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ്, ടൈം അവറിലാണ്, മണിക്കൂറിലാണ്. ആൻസേഴ്സ് ദൂരം എല്ലാം തന്നെ കിലോമീറ്ററിലുമാണ്. സോ നമുക്ക് ഇവിടെ യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 52 ഇൻറ്റു സമയം 6. 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ 312 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 312 കിലോമീറ്റർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഫോർമുലയിൽ മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ 3 ഫോർമുലകൾ മറക്കരുത്. സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ടൈം ആണ് ചോദിക്കുന്നെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 18 ആണ്. ടീച്ചറെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി വയസ്സ് 20 ആകും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 29, 39, 40, 19 അല്ലെ. ആവറേജ്, ശരാശരി എന്ന് പറയുന്ന ഭാഗത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 18 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 10 ഇട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തു 18 എന്ന് എഴുതണം. ഓക്കെ, ഇനി ടീച്ചറെയും കൂട്ടി. അപ്പോ 10 കുട്ടികളുടെ കൂടെ ഈ ടീച്ചറും കൂടെ കൂടുന്ന സമയത്ത് ആ ക്ലാസ്സിൽ മൊത്തം എത്ര അംഗങ്ങളായി? 11 അംഗങ്ങളായോ? 10 കുട്ടികളും ഉണ്ട്, ഒപ്പം ഒരു ടീച്ചറും ഉണ്ട്. അപ്പൊ 11 പേരായിട്ടുണ്ട്. അപ്പോ നമുക്കിവിടെ 10 കുട്ടികളുടെ ശരാശരി 18 ആണെന്ന് പറഞ്ഞു.
ടീച്ചറെയും കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ 10 പേരുടെ കൂടെ ടീച്ചറെയും കൂട്ടി 11 പേരായപ്പോ ശരാശരി വയസ്സ് എത്രയായെന്നാ ക്വസ്റ്റ്യനിൽ പറയുന്നത്? 20 ആകും എന്നാണ് പറയുന്നത്. ഈ സ്ട്രക്ചറിൽ ഒരു സംഭവം നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. ഓക്കെ, 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 18 ആണ് എന്ന് പറഞ്ഞപ്പോ 10 ആരോ മാർക്ക് 18. അതിനുശേഷം ടീച്ചറെയും കൂട്ടി എന്ന് പറയുന്ന സമയത്ത് ആ മൊത്തം ഉണ്ടായിരുന്ന കുട്ടികളുടെ കൂടെ ടീച്ചറും കൂടെ ആഡ് ആവുകയാണ്. അപ്പൊ 10 പേരുടെ കൂടെ ഒരാളും കൂടെ കൂടി 11 പേരായി. അവരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 20 ആകും അല്ലെ? അങ്ങനെയെങ്കിൽ ടീച്ചറുടെ വയസ്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 18 20 ആകാൻ ഇവിടെ എത്രയാണ് കൂടിയത് എന്ന് നോക്കുക. 18 20 ആകാൻ എത്ര കൂടി? 2 ആണ് ഇവിടെ കൂടിയത്. ഓക്കെ, 2 ആണ് കൂടിയത്. ഇനി നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം ഓർത്തു വെക്കണം. പുതിയ ശരാശരി എന്താണ്? പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം. പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസം. പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസം. നമുക്ക് ടീച്ചറുടെ വയസ്സ് കിട്ടും. എന്താണ്? ഒന്നുകൂടെ പറയുന്നു, പഠിച്ചു വെക്കണം. പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസം. പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസമാണ്. സോ ഇവിടെ പുതിയ ശരാശരി എന്താണ് നോക്കിക്കേ. പുതിയ ശരാശരി എന്ന് പറയുന്നത് 20 ആണ്. ഈ പുതിയ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചറും കൂടെ വന്നതിന് ശേഷം ഉണ്ടായ ശരാശരി, അതാണ് പുതിയ ശരാശരി. അത് എത്രയാണ്? 20 ആണ്. അപ്പോ 20 പ്ലസ് പഴയ എണ്ണം. പഴയ എണ്ണം പറയുമ്പോൾ ടീച്ചർ വരുന്നതിന് മുൻപേ ഉള്ള കുട്ടികളുടെ എണ്ണം അതെത്രയാണ്? 10 ആണ്. ടീച്ചർ വരുന്നതിന് മുൻപേ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. ഇൻറ്റു വ്യത്യാസം. ഇവിടെ എത്രയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്? 2 ആണ് വ്യത്യാസം വന്നിട്ടുള്ളത്. സോ ഇൻറ്റു 2. മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? 20 പ്ലസ്, അതായത് പുതിയ ശരാശരിയായ 20 പ്ലസ് പഴയ എണ്ണമായ 10 ഇൻറ്റു വ്യത്യാസം. പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസം. എത്രയാ വരുന്നത്? 20 പ്ലസ് 20 എന്ന് വരും. ദാറ്റ് ഈസ് 40 വയസ്സാണ് ടീച്ചറുടെ വയസ്സ്. എത്രയാണ്? 40 ആണ് ടീച്ചറുടെ വയസ്സ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ചിലപ്പോ ഈ വ്യത്യാസം എന്താവാം? കുറയാം. കുറയുമ്പോൾ നിങ്ങൾ ആ വ്യത്യാസത്തിന്റെ അവിടെ -2 അല്ലെങ്കിൽ -1 -3 എന്ന് കൊടുക്കണം. വ്യത്യാസം കുറയുവാണെങ്കിൽ. 18 എന്നുള്ളത് 20 ആയതുകൊണ്ട് കൂടി, അതുകൊണ്ട് നമ്മൾ +2 ആണ് എടുത്തത്. ഇനി അത് തന്നെ കുറയുകയാണെങ്കിൽ നിങ്ങൾ മൈനസ് ആക്കി അതിനെ ഒന്ന് എടുത്താൽ മതി. സോ ഇവിടെ ഈ ഒരു ഫോർമുല നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആവറേജിന്റെ ഭാഗത്ത് നിന്നിത് അല്ലെ? അപ്പോ ഇത്രയേ ഉള്ളൂ. 10 കുട്ടികളുടെ ശരാശരി 18 ആണെന്ന് പറഞ്ഞാൽ 10 ആരോ മാർക്ക് 18 എന്ന് എഴുതും. ടീച്ചറെയും കൂട്ടി എന്ന് പറയുമ്പോൾ ഒരാൾ അവിടെ കൂടുകയാണ് അല്ലെ? അപ്പൊ 10നോടൊപ്പം നമ്മൾ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 11 ആയി. ഈ 11 പേരുടെ ശരാശരി വയസ്സ് തന്നിട്ടുണ്ട് 20 ആണെന്ന്. എന്നിട്ട് ജസ്റ്റ് ആ ഡിഫറൻസ് ചെയ്താ 18ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസം. പുതിയ ശരാശരി പ്ലസ് പഴയ എണ്ണം ഇൻറ്റു വ്യത്യാസം ചെയ്താൽ മതി. പുതിയ ശരാശരി 20 ആണ്, പഴയ എണ്ണം 10 ആണ്, വ്യത്യാസം 2 ആണ്. അപ്പോ 20 പ്ലസ്, ഇവിടെയും ആ ബോർഡ് മാസ് നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടേ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതുകൊണ്ട് 10 ഇൻറ്റു 2 20, 20 പ്ലസ് 20 നമുക്ക് എത്ര എന്ന് കിട്ടി? 40 ആണ് ടീച്ചറുടെ വയസ്സ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ? അതായത് ഇരട്ട സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക, എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഓക്കെ, എങ്കിലും നമുക്ക് ഇതിന്റെ ഫോർമുലകളൊക്കെ ഒന്ന് പറയാം. അതിനു മുൻപേ ഈ ചോദ്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം n എടുക്കുന്നത് പക്കായിരിക്കണം. ഈ n എടുക്കുന്ന അവിടെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റാറുള്ളത്. ഓക്കെ, അതിന് നമ്മൾ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ കണ്ടോ, 1നും 50നും ഇടയ്ക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 1നും 50നും ഇടയ്ക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1നും 50നും ഇടയ്ക്ക് എന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ല 50ഉം ഇല്ല അല്ലെ? 1നും 50നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും വരില്ല, 50ഉം വരില്ല. എന്നാൽ 1 മുതൽ 50 വരെ എന്നാണ് ചോദ്യമെങ്കിലോ, 1 മുതൽ 50 വരെ എന്നാണ് ചോദ്യം എങ്കിൽ
അവിടെ 1 ഉണ്ട് 50 ഉണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, 1നും 50നും ഇടയ്ക്ക് എന്ന് പറയുമ്പോ നമ്മളിപ്പോ 1, 2, 3, 4 എക്സെട്ര 49, 50 എന്ന് പറയുമ്പോ 1നും 50നും ഇടയ്ക്കാവുന്ന സമയത്ത് 2 മുതൽ 49 വരെയുള്ളവരെ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നുമില്ല 50ഉം ഇല്ല. എന്നാൽ 1 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ അവിടെ 1ഉം 50ഉം ഉൾപ്പെടും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം അല്ലെ, ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം എന്താണ്? n into n plus 1 ആണ് അല്ലെ. ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n into n plus 1 ആണ്. ഇനി നമുക്ക് n എടുക്കണം. n എങ്ങനെയാ എടുക്കുക? 1 എന്നുള്ളത് ഒറ്റ സംഖ്യ. ഒന്നാമത് നമ്മൾ സ്വീകരിക്കുന്നില്ല, 1 നമ്മൾ മാറ്റിക്കളഞ്ഞു അല്ലെ. 2 മുതലാണ് നമ്മൾ എടുക്കുന്നത്. 2 മുതൽ 49 വരെ. 49 എന്താണ്? ഒറ്റ സംഖ്യയാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1നും 50നും ഇടയ്ക്ക് 25 ഇരട്ട സംഖ്യകളാ ഉള്ളത് അല്ലെ. 1ഉം 50ഉം ഉൾപ്പെടെ 25 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. 25 ഒറ്റ സംഖ്യകളും 25 ഇരട്ട സംഖ്യകളും ഉണ്ട്. ഇതിനകത്ത് 50 എന്ന ഇരട്ട സംഖ്യ ഇതിനകത്ത് പെടുന്നില്ല അല്ലേ. അപ്പൊ പിന്നെ ഇവിടെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടാവുള്ളൂ? 48 ഇരട്ട സംഖ്യയല്ലേ ഉണ്ടാവുള്ളൂ. സോറി 48 അല്ല, സോറി 24 ഇരട്ട സംഖ്യയല്ലേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ 50 എന്ന ഇരട്ട സംഖ്യ അവിടെ ഉൾപ്പെടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 + 4 + 6 + എക്സെട്ര + 48 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ അല്ലെ. 1നും 50നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 2, 4, 6 അങ്ങനെ 48 വരെ. ഇവിടെ n കാണാൻ just 48/2 ചെയ്താൽ മതി. 24 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 48/2 24. ഇനി സമ്മ് കാണുക. n into n plus 1 24 ഗുണം 25 എന്ന് വരും. 24ഉം 25ഉം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആൻസർ 600. 24 into 25 600 ആണ് 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, n എടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഇനി ഇവിടെ എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ എഴുതാ? n into n plus 1/2 ആണ്. എണ്ണൽ സംഖ്യകളുടെ തുക ചോദിക്കുകയാണെങ്കിൽ ഉള്ള സമവാക്യം ഓർത്തു വെക്കുക. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ n into n plus 1/2 ഉപയോഗിക്കണം. അവിടെ n സമം എന്തായിരിക്കും? 100 ആയിരിക്കും. ഇനി 1 മുതൽ n വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ നമ്മളിപ്പോ ചെയ്ത n into n plus 1 നമുക്ക് ഉപയോഗിക്കാം. n into n plus 1 അതായത് 25 ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ 25 into 26. ഓക്കെ, സോ ആ രീതിക്ക് ഈ ഒരു ഫോർമുലയും. ഇനി ഒറ്റ സംഖ്യകളാണെങ്കിൽ n സ്ക്വയർ, ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ 1 മുതൽ 10 വരെയുള്ള 1 മുതൽ 10 വരെ എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്? 5 ഒറ്റ സംഖ്യകളാണുള്ളത് അല്ലെ. അതിന്റെ തുകയാണെങ്കിൽ 5 സ്ക്വയർ 25 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും ഫോർമുല പഠിച്ചു വെക്കുക. പിന്നെ n എടുക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n into n plus 1/2, ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ n into n plus 1, ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ n സ്ക്വയർ ആണ് വരിക. സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൂട്ട് ഓഫ് 10 into √2 cube the whole square into √5 the whole square is equal to dash. 10, 90, 100, 700. ഞാനിത് ചെയ്യാ കാണുമ്പോ വലിയ റൂട്ടും സ്ക്വയറും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം, അതായത് നമുക്ക് ഇപ്പോ x - 5 = 10 എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ -5 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? x = 10 + 5. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മൈനസ് എന്നുള്ളത് സമത്തിന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഇൻറ്റു എന്നുള്ളത് സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആയിട്ട് പോകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു സംഗതിയാണ് സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ട് പോകും. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് ആണ്. എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് ആണ്.
ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് ഞാൻ എഴുതാണ്. അപ്പൊ റൂട്ട് ഓഫ് 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. റൂട്ട് 4 2 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഈ സ്ക്വയറിനെയും ഈ റൂട്ടിനെയും ഞാൻ വെട്ടിക്കളഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പോ നിങ്ങൾ പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും എന്ന്, ഗുണനം അങ്ങോട്ട് പോകുമ്പോൾ ഹരണം ആവും എന്ന് പഠിച്ചു വെച്ച പോലെ തന്നെ ഇത് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ട് പോകും. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി ആര് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഒന്ന് അത് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കൂ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. റൂട്ട് ഓഫ് 10 ഇൻറ്റു റൂട്ട് ഓഫ് 2 ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 5 ക്യൂബ് ക്യൂബ് അകത്താണ് 5 ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അല്ലെ? വലിയ റൂട്ടിനകത്ത് ഈ രീതിക്കാണ് തന്നിട്ടുള്ളത്. സോ ഇവിടുന്ന് നോക്കൂ, ഈ സ്ക്വയറും ഈ റൂട്ടും കട്ടാവില്ലേ? 2 ക്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടുന്ന് ഈ സ്ക്വയറും ഈ റൂട്ടും കട്ടാവില്ലേ? 5 ക്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 10 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. ശരിയല്ലേ? റൂട്ട് ഓഫ് 10 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്ന് വരും. ഇനി റൂട്ട് ഓഫ് 10 ഇൻറ്റു 2 ക്യൂബ് എന്ന് വെച്ചാൽ 8 ആണ്. 5 ക്യൂബ് എന്ന് വെച്ചാൽ 125 ആണ് അല്ലെ? 2 ക്യൂബ് എന്ന് വെച്ചാൽ 8 ആണ്. 5 ക്യൂബ് എന്ന് വെച്ചാൽ 125 ആണ്. ഇതിന്റെ ആൻസർ ഒന്ന് നമുക്ക് എഴുതണം. ഇവിടുന്ന് 8 ഇൻറ്റു 125 നമ്മൾ എപ്പോഴും കാണുന്ന ഒരു നമ്പർ ആണ്. 8 ഉം 125. 125 ഇൻറ്റു 8 എത്രയാണ് വരിക? 1000 ആണ് വരുന്നത്. സോ ഇവിടെ റൂട്ട് ഓഫ് 10 ഇൻറ്റു 1000 എന്ന് വരും. 125നെ 8 കൊണ്ട് ഗുണിച്ചാൽ 1000 ആണ് നമുക്ക് കിട്ടുക. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്രയാവും? റൂട്ട് ഓഫ് 10000 10,000 എന്നാവും അല്ലെ? ഇനി ഇതിന്റെ റൂട്ട് എടുത്ത് എഴുതിയാൽ മതി. റൂട്ട് എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ. റൂട്ടിനകത്ത് 4 പൂജ്യം ഉണ്ടെങ്കിൽ റൂട്ടിന്റെ വെളി വരുമ്പോൾ അതിന്റെ പകുതി എണ്ണം പൂജ്യം ഉണ്ടാവുള്ളൂ. റൂട്ടിനകത്ത് ഇവിടെ 4 പൂജ്യമാണ്. അപ്പൊ അതിന്റെ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ പകുതി എണ്ണം പൂജ്യം എത്രയാണ്? 100 ആണ് ആൻസർ. ഓക്കെ, റൂട്ട് ഓഫ് 10,000 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 ഇൻറ്റു 100 ആണ് 10,000. ഓക്കെ, അപ്പൊ റൂട്ടിനകത്ത് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക. റൂട്ടിന്റെ വെളിയിൽ വരുമ്പോ അതിന്റെ പകുതി പൂജ്യമേ ഉണ്ടാവുള്ളൂ. 4 പൂജ്യമാണ് ഉള്ളത്, പുറത്തേക്ക് വരുമ്പോ 2 പൂജ്യമായിട്ട് മാറും. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 100 ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഓർത്ത് വെക്കണേ. അതുപോലെ 2 ക്യൂബ് 8 ആണ്. 5 ക്യൂബ് 125 ആണ്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സോൾവ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പമുള്ള വഴി ആ എളുപ്പമുള്ള വഴിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 100 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാം? ഇവിടെ 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് ചെയ്യുന്ന ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടെ 12 ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ ആദ്യം നിങ്ങൾ കാണേണ്ടത് ടോട്ടൽ എഫിഷ്യൻസി ആണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എഫിഷ്യൻസി എന്താണ് എന്ന് കണ്ടുപിടിക്കലാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാം? ഈ ചോദ്യത്തെ നമ്മൾ ഒന്ന് മാക്സ് ആക്കി അങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ, 4 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് 4 men 4 m എന്ന് എടുക്കാം. കൂട്ടത്തിൽ 8 സ്ത്രീകളും പ്ലസ് 8 w വിമൻ എന്നെടുക്കാം. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നത് 10 ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇൻറ്റു 10. ഇവിടെ ജോലി എപ്പോഴും കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പോ ഇവർ രണ്ടുപേരെയും ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, 4 മെന്നും അതുപോലെ 8 വിമനും. ഓക്കെ, 4 മെന്നും 8 വിമനും അവർ രണ്ടുപേരും കൂടെ ചേർന്ന് 10 ദിവസം ജോലി ചെയ്തു. ഓക്കെ, അതേ ജോലി തന്നെയാണ്, സെയിം ജോലി തന്നെയാണ് 3 മെന്നും അതേപോലെ 7 വിമനും കൂടെ
12 ദിവസം ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് m/w എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതാൻ നിങ്ങൾ പഠിക്കണം. അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, 4 മെന്നും 8 വിമനും 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. അത് തന്നെയാണ് 3 മെന്നും 7 വിമനും കൂടെ 12 ദിവസത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ആദ്യം ആ പുറത്തുള്ള 10നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 40 m പ്ലസ് 80 w ഈക്വൽ ടു ഇവിടെ 3 2 6 1 3 3 36 m പ്ലസ് 7 14 84 വിമൺ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? മെന്നൊക്കെ ഒരു ഭാഗത്തും വിമണൊക്കെ ഒരു ഭാഗത്തും കൊണ്ടുവരണം. അതിനായിട്ട് ഈ 36 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 40 m മൈനസ് 36 m സമം ഈ 84 w അവിടെ ഇരിക്കട്ടെ മൈനസ് 80 w എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവരെ തമ്മിൽ മൈനസ് ചെയ്യാം. 40 മൈനസ് 36 എന്ന് വെച്ചാൽ 4 m ആണ്. 84 മൈനസ് 80 എന്ന് വെച്ചാൽ 4 w ആണ്. ഓക്കെ, 4 men ഈക്വൽ ടു 4 w എന്ന് കിട്ടി. അതായത് men by w is equal to 4/4 എന്ന് കിട്ടി. men by w is equal to 4/4. 4/4 എന്ന് വെച്ചാൽ എന്താ? 1/1 ആണ്. സോ m is to w എന്ന് പറയുന്നത് 1:1 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, m is to w കണ്ടുപിടിക്കുക. ടോട്ടൽ എഫിഷ്യൻസി 1:1 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇവരുടെ ടോട്ടൽ വർക്ക് ആണ്. എന്താണ്? ടോട്ടൽ വർക്ക് ആണ്. ടോട്ടൽ വർക്ക് കാണാനായിട്ട് നമ്മൾ ആദ്യം എടുത്ത ഇക്വേഷൻ 4m plus 8w into 10 അല്ലെങ്കിൽ 3m plus 7w into 12 ഇതിൽ ഏതെങ്കിലും ഒന്നിനകത്ത് നമുക്ക് ഇപ്പൊ കിട്ടിയ 1:1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ വർക്ക് കാണാണ്. ടോട്ടൽ വർക്ക് അല്ലെ? ടോട്ടൽ വർക്ക് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 4m plus 8w into 10 എന്നുള്ളിടത്ത് m ന് w ന് 1 1 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 4 into 1 4 plus 8 into 1 8 into 10 എന്ന് വരും. 4 plus 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. 12 into 10 is equal to 120 എന്ന് കിട്ടി. അപ്പോ എഫിഷ്യൻസിയും കിട്ടി, ടോട്ടൽ വർക്കും കിട്ടി. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോകാം. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും? അപ്പൊ ജോലി ഇവിടെ 120 ആണ്. 8 മെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 120 എന്ന വർക്ക് 8 മെന്നിന് പൂർത്തിയാക്കാൻ വേണ്ട ദിവസം 120 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു മെന്നിന്റെ എഫിഷ്യൻസി എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ നമുക്ക് 120നെ 8 കൊണ്ട് ഹരിക്കാം. 120 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 ദിവസം എന്ന് കിട്ടും അല്ലെ? 120നെ 8 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 ദിവസം എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 15 ദിവസമാണ്. കണ്ടോ? വലിയ ചോദ്യമാണ്, പക്ഷെ എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മള് ചോദ്യത്തെ കൃത്യമായിട്ട് എഴുതിയാൽ മതി. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും പറയുമ്പോൾ 4 men plus 8 women into 10 അതേ വർക്ക് തന്നെയാണ് 3 മെന്നും 7 വിമനും കൂടെ 12 ദിവസം ചെയ്യുക. അപ്പൊ ഈക്വൽ ടു 3 men plus 7w into 12 എന്ന് എഴുതാം. ഇനി അവിടുന്ന് മെന്നിന്റെയും വിമന്റെയും എഫിഷ്യൻസി നമ്മൾ കാണണം. m ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാ, w ഒക്കെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് 40 മൈനസ് 36 4m എന്ന് കിട്ടി. 84 മൈനസ് 80 4w എന്നും കിട്ടി. അപ്പോ m/w എന്തായി? 1:1 ആയി. ഇനി അവരുടെ ടോട്ടൽ വർക്ക് കാണണം. ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് അവിടുത്തെ m ഉം w ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് 120 എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ വർക്ക് 8 men എങ്ങനെ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്ന്. അപ്പൊ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ 8 men ആണ്. മെന്നിന്റെ എഫിഷ്യൻസി 1 ആണ്. 120നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 15 days 15 ദിവസം എന്ന് കിട്ടും. ഓക്കെ, അപ്പോ കോമൺ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് അറിയാതെ നിങ്ങൾ ആരും വിട്ടു വരരുത്. ഇത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചെയ്യണം. എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇപ്പൊ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്ര? നമുക്കറിയാം നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാഠഭാഗമാണ് ഈ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്.
അപ്പൊ ഇപ്പോഴുള്ള പരീക്ഷകളിലൊക്കെ ഈ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. പക്ഷെ ഈ കോമൺ ആയിട്ട് ഇതേ പാറ്റേണിൽ പല പരീക്ഷകളിലുമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് ഒരു സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എന്നാണ് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ഒരു സമാന്തര ശ്രേണിയുടെ ചോദ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു നമ്മൾ എപ്പോഴും പദങ്ങളെ a വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അപ്പോ 7ാം പദം എന്ന് വെച്ചാൽ a7 is equal to 0 അല്ലെ? 7ാം പദം 0. ഇനി 27ാം പദം എന്ന് വെച്ചാൽ a27 സമം എത്രയാണ്? 60 ആണ്. 27ാം പദം 60 ആണ്. എങ്കിൽ 17ാം പദം ഇങ്ങനെ തരുന്നതിന് ഒരു കാര്യമുണ്ട്. ഈ 17ാം പദം എന്ന് പറയുന്നത് ഈ 7ാം പദത്തിനും 27ാം പദത്തിനും സെൻട്രൽ മോസ്റ്റ് ആയിട്ട് വരുന്ന പദമാണ്. അതായത് ഇത് 7ാം പദം, ഇത് 27ാം പദം, ഇത് A7, ഇത് A27 ആണെങ്കിൽ A17 എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ ടേം ആണ്. അതായത് ഇവിടെ 10 പേര്, ഇവിടെ 10 പേര്. കണ്ടോ? അപ്പോ ഇത്തരത്തിൽ മിഡിൽ ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ആവറേജ് കണ്ടുപിടിക്കും, ശരാശരി കണ്ടുപിടിക്കും. അത് തന്നെ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതിന്റെ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട് ഫോർമുല എഴുതുക ഒന്നും ഇവിടെ ആവശ്യമില്ല. N കാണുക, D കാണുക, ഒന്നിന്റെയും ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോ ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് മിഡിൽ ടേം ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ചോദ്യം കയ്യിൽ കിട്ടുന്ന സമയത്ത്. അപ്പൊ ഇവിടെ 7ാം പദത്തിന്റെയും 27ാം പദത്തിന്റെയും നടുവിൽ കിടക്കുന്ന പദമാണ് ആര്? 17ാം പദം എന്ന് പറയുന്നത്. അപ്പൊ ഈ 17ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ പോയിന്റ് ആണ്, സെൻട്രൽ മോസ്റ്റ് വാല്യൂ ആണ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യ പദം പ്ലസ് അവസാന പദം ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? ഫസ്റ്റ് 7ാമത്തെ പദത്തിനെയും 27ാം പദത്തിനെയും ആഡ് ചെയ്ത് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെൻട്രൽ മോസ്റ്റ് ടേം കിട്ടും. അതായത് 0 പ്ലസ് 60 ബൈ 2 ആണ്. 60ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 30 ആണ് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പോ മിഡിൽ ടേം കാണാനായിട്ട് ഉള്ള ഒരു ചോദ്യമാണിത്. അപ്പോ മിഡിൽ ടേം ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ചോദ്യം തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ തന്നിട്ടുള്ള പദം ഇതിന്റെ സെൻട്രൽ മോസ്റ്റ് ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇവിടെ പരിപാടി. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 20 ക്യൂബ് എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, ക്യൂബ്സ് ആണ്, സംഖ്യകളുടെ ക്യൂബുകളാണ്, ഘനങ്ങൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പൊ അതിന്റെ തുക കാണാനുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. സം ഓഫ് ക്യൂബ്സ് ഓഫ് n ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. n സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാനുള്ള സമവാക്യം x is equal to n into n plus 1/2 the whole square ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണേ, ചോദിക്കും. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. n into n plus 1/2 the whole square. n into n plus 1/2 the whole square ആണ്. ഓക്കെ, അത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബുകളുടെ തുകയാണ് കിട്ടുക എന്നൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇവിടെ നോക്കുക, 1, 2, 3 അങ്ങനെ 20 വരെയാണ്. അപ്പൊ ഇവിടെ n-ന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. n എത്രയാണ്? 20 ആണ്. അപ്പൊ 20 into 21/2 the whole square എന്ന് വരും. 20 2 കൊണ്ട് വെട്ടിയ 10 ആണ്. സോ ഇവിടെ വരുന്നത് 210 ആണ്. 210ന്റെ സ്ക്വയർ ആണ്. 21ന്റെ സ്ക്വയർ 441 ആണ്. പിന്നെ 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോ 441000 എന്നുള്ളതാണ് നമ്മുടെ സം ആയിട്ട് വരുന്നത്, തുകയായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 44100 ആണ് ആൻസർ. ഓക്കെ അല്ലേ? സോ സ്ക്വയർ ക്യൂബുകളാണെങ്കിൽ n into n plus 1/2 the whole square ആണ് കേട്ടോ. ക്യൂബുകളാണ്, 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ n into n plus 1/2 ആണ്. ഇനി സ്ക്വയറുകളുടെ ആണെങ്കിൽ 1 square plus 2 square plus etc plus n square ആണെങ്കിൽ n into n plus 1 into 2n plus 1/6 ആണ് എന്നും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. സ്ക്വയറുകളാണെങ്കിൽ n into n plus 1 into 2n plus 1/6 ആണ്. രണ്ട് ഫോർമുലകൾ ഓർത്തു വെക്കുക. അവിടെ നമ്മൾ എണ്ണൽ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകളുടെ ഫോർമുല നോക്കി. ഇവിടെ നമ്മൾ സ്ക്വയറും ക്യൂബും നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഓക്കെ,
ഇനി 5 വർഷത്തിന് ശേഷം 6300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? പെർസെന്റേജ് ആണ്, റേറ്റ് ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ കാണാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PNR by 100 ആണ്. ഇത് എല്ലാവർക്കും അറിയാലോ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയാണ് I is equal to PNR by 100 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? പലിശയാണ്, ഇൻട്രസ്റ്റ് ആണ്. 6300 ഈക്വൽ ടു പ്രിൻസിപ്പൽ P എത്രയാണ്? 18,000 ഇൻറ്റു N, സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു 5 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇവിടെ വർഷം N എന്ന് പറയുന്നത് 5 ആണ്. 6 നമുക്കറിയില്ല, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നേരിട്ട് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 6300 രൂപയാണ് പലിശ, അത് 18,000 രൂപയുടെ 5 വർഷത്തിനുള്ളത്. എത്രയാണ് റേറ്റ് പെർസെന്റേജ് എന്നാണ് കാണേണ്ടത്. സോ ഇവിടുന്ന് ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം. സോ ബാക്കി R സമം നമുക്ക് എങ്ങനെ എഴുതാം? 6300 ഡിവൈഡഡ് ബൈ ഈ 2 പേരും ഇപ്പുറത്ത് താഴെ വരും. അതായത് 180 ഗുണിക്കണം 5 എന്ന് വരും അല്ലേ? ഇവിടെ ഇത് കട്ട് ചെയ്യാം. ഈ 9 18, ഇവിടെ 7 0 എന്ന് വരും. 70 by 10 എന്ന് വരും അല്ലെ? 70 by 10 സമം 7%. 7%മാണ് ഇവിടെ എന്ത് വരുന്നത്? പലിശ നിരക്ക് വരുന്നത്. പലിശ നിരക്ക് എന്ന് ചോദിച്ചാൽ R ആണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഓപ്ഷൻ ഡി ആണ്, 7% ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് I is equal to PNR by 100 ഓർത്തു വെക്കുക. തരുന്ന ഒരാൾ 18,000 രൂപ നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. പലിശ എന്ന് പറയുന്നത് I ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ്. പിന്നീട് എത്ര വർഷം, അതാണ് N. റേറ്റ് പെർസെന്റേജ്, പലിശ നിരക്ക് R ആണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒറ്റയാനെ കണ്ടെത്തുക. 61, 71, 41, 91. എപ്പോഴും പരീക്ഷകളിൽ നമ്മളെ കുറച്ചു നേരം സമയം കളയിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ഭാഗത്താണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടുന്ന് 61, 71, 41, 91 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും 61ഉം 41ഉം അതേപോലെ തന്നെ 71ഉം 61ഉം 41ഉം 71ഉം ഒക്കെ എന്താണ്? പ്രൈം നമ്പർ ആണ്. എന്നാൽ ഈ 91 മാത്രം എന്തല്ല? പ്രൈം അല്ല. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ നമുക്ക് 90നും 100നും ഇടയ്ക്ക് ഒരൊറ്റ പ്രൈം നമ്പറേ ഉള്ളൂ. അത് 97 ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് മുന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് 90നും 100നും ഇടയ്ക്കുള്ള ഒരേ ഒരു പ്രൈം 97 മാത്രമാണ്. 91 എന്തല്ല? പ്രൈം നമ്പർ അല്ല. സോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് 1നും 91നും ഇടയ്ക്ക്, ഇപ്പൊ നമ്മള് 1, 2, 3, 4, 10 വരെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ 1, 21, 31, 41, 51, 61, 71, 81, 91. ഇതിൽ ഏതൊക്കെയാണ് പ്രൈം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഞാനിവിടെ പ്രൈംസ് ഒന്ന് എഴുതാം. അതായത് അതിൽ പ്രൈം ആയിട്ട് വരുന്ന ആൾക്കാര് 11, 31, 41, 61, 71. ഇവര് പ്രൈം ആണ്. 11, 31, 41, 61, 71 പ്രൈം ആണ്. പക്ഷെ ഏതൊന്നും അല്ല 21, 51, 81 ഇതൊന്നും എന്തല്ല? പ്രൈം അല്ല. മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയായിരിക്കും ചോദിക്കുക. 81 ഒക്കെ ഇടയിൽ കൂടെ വരാം. അപ്പൊ ഇപ്പൊ ഇതെല്ലാം പ്രൈം നമ്പർ ആണ്. അതുപോലെ തന്നെയാണ് 7ൽ അവസാനിക്കുന്നത്. 17, 27, 37, 47, 57, 67. അതിൽ ഏതൊക്കെയാ പ്രൈം ആയിട്ട് വരുന്നത്? അതിൽ പ്രൈം ആയിട്ട് വരുന്നത് 7ൽ അവസാനിക്കുന്നതിൽ 7, 17, 37, 47, 67, 97. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ പ്രൈം ആണ്. 7, 17, 37, 47, 67, അതുപോലെ 97. ഇവരെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. അതേപോലെ തന്നെയാണ് 9ൽ അവസാനിക്കുന്നവര്. അവരെയും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 19, 29, 59, 79, 89. ഇവരൊക്കെ എന്താണ്? പ്രൈം ആണ്. അപ്പൊ ഇതിന്നൊക്കെ ചിലപ്പോ 49 നമുക്ക് പിന്നെയും അറിയുന്നതാണ്. 39 ഒക്കെ വരാം. 39 നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അറിയാത്ത രീതിയിലുള്ള സംഖ്യകൾ ചോദിക്കും. അപ്പൊ ഈ ഒരു 1ൽ അവസാനിക്കുന്നത്, 7ൽ അവസാനിക്കുന്നത്, 3ൽ അവസാനിക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്തിട്ട് പോണം. അതിൽ പ്രൈം ഏതാണ്, പ്രൈം ഏതാണ് അല്ലാത്തത് എന്നുള്ളത്. അഭാജ്യ സംഖ്യകളും
അതായത് പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും നമ്മൾ തിരിച്ചറിയണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ 61 71 41 എന്താണ് പ്രൈം നമ്പേഴ്സ് ആണ്. പക്ഷെ 91 എന്തല്ല, പ്രൈം അല്ല, കോമ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഒറ്റയാനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. A:B 2:3, B:C 1:5 ആയാൽ A:B:C എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് റേഷ്യോ പ്രൊപ്പോർഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. A:B:C ആണ് നമ്മൾ ആദ്യമേ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക 2:3. അപ്പൊ ഇവിടെ A:B, എയുടെയും ബിയുടെയും താഴെ നമ്മൾ 2:3 എന്ന് എഴുതി. B:C, ബിയുടെയും സിയുടെയും താഴെ നമുക്ക് എങ്ങനെ എഴുതാം? 1:5 എന്ന് എഴുതാം. ശരിയല്ലേ? A:B എന്ന് പറയുമ്പോൾ 2:3 ആണ്. അപ്പൊ എയുടെ താഴെ 2, ബിയുടെ താഴെ 3. B:C എന്ന് പറയുമ്പോൾ നേരെ ബിയുടെ താഴെ 1, സിയുടെ താഴെ 5 എഴുതി. ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സി ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന അവിടെ അതിന്റെ തൊട്ട് മുൻപുള്ള 3 എടുത്ത് എഴുതാം. ഈ എ ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്തുള്ള 1 എടുത്ത് എഴുതാം. ഓക്കെ, ഈ രീതിക്ക് എഴുതാം. സോ ഇവിടെ 2 × 1 2, 1 × 3 3, 5 15 എന്ന് വരും അല്ലെ. 2:3:15 എന്നാണ് വരിക. എപ്പോഴും റേഷ്യോ എഴുതുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ചെറിയ രൂപത്തിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും 2ന്റെ ഗുണനപ്പട്ടികയിലോ 3ന്റെ ഗുണനപ്പട്ടികയിലോ പോകുന്നതാണെങ്കിൽ അത് കൂടെ ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. പക്ഷെ 2, 3, 15 കോമൺ ആയിട്ട് ഒരു സംഖ്യയിലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം. 2:3:15 ഓപ്ഷൻ ബി ആണ്. 2:3:15 ഓപ്ഷൻ ബി. അപ്പൊ എന്താ ചെയ്തത്? ഒന്നുമില്ല, A:B എഴുതി, B:C എഴുതി. എന്നിട്ട് എവിടെയാണോ ബ്ലാങ്ക് ആയി കിടക്കുന്നത് തൊട്ട് മുന്നത്തെ ആളെ അങ്ങോട്ടേക്ക് എഴുതാം. അപ്പൊ A ആണ് ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആളെ അവിടെ എഴുതാം. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കുകയാണ്. 2 × 1 3 × 1 3 × 5 15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3n = 729 ആയാൽ എന്താണ്? 3n = 729 ആയാൽ 3n + 2 = എത്ര എന്നതാണ് ചോദ്യം. 3n 729 ആയാൽ 3n + 2 എത്രയാണ്? ഇത് ചില സമയത്ത് n-ന്റെ വിലയായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തില് n + 2ന്റെ വില 3n + 2ന്റെ വിലയാണ് ചോദിക്കുക. n-ന്റെ വില ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യണം. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. 3n + 2നെ നമുക്ക് 3n × 3² എന്ന് എഴുതാൻ പറ്റും. കാരണം a⁻m + n എന്ന് പറഞ്ഞാൽ a⁻m × a⁻n ആണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 3n + 2നെ 3n × 3² എന്ന് എഴുതാം. ഇനി നോക്കൂ, 3n-ന്റെ വില നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 729 ആണ്. ഇൻറ്റു 3² 9 ആണെന്നും അറിയാം. ഇനി 729നെ നിങ്ങൾ 9 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ മതി. 729 × 9 1 8 6 65 അല്ലെ. 6561 എന്നാണ് വരുന്നത്. 6561 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങളോട് n ആണ് ചോദിക്കണതെങ്കിൽ നിങ്ങൾ 729നെ 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് എത്ര 3 ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. ഇത് നേരെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി 3n 729 ആണെന്ന് തന്നിട്ട് 3n + 2 ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3n + 2നെ നമുക്ക് ഈ രീതിയിൽ a⁻m + n = a⁻m × a⁻n ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ 3n + 2നെ നമുക്ക് 3n × 3² എന്ന് എഴുതാം. 3n-ന്റെ വിലയാണ് 729, 3²ന്റെ വില എത്രയാണ്? 9 ആണ്. അപ്പോൾ 729 × 9 എന്ന് വരും. 6561 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജിയോമെട്രിയിൽ നിന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലത്തിന് 80 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 4000 m² ആയാൽ സ്ഥലത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്രയാണ് എന്നതാണ് ചോദ്യം. എന്താണ്? ചതുരാകൃതിയിലുള്ള സ്ഥലമാണ് അല്ലെ. ഇപ്പൊ നമുക്കൊരു ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം വരയ്ക്കാം. ചതുരാകൃതിയിലുള്ള സ്ഥലം, നീളവും വീതിയും വ്യത്യാസമാണ് ചതുരത്തിന്. സമചതുരമാണെങ്കിൽ നീളവും വീതിയും തുല്യമായിരിക്കും. ഇവിടെ ചതുരമായതുകൊണ്ട് നീളവും വീതിയും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഈ സ്ഥലത്തിന് നീളം, ലെങ്ത് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. പരപ്പളവ് 4000 m² ആണ്. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലെ. അപ്പൊ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ് കേട്ടോ. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ആണ്.
ചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് വെച്ചാൽ നീളം ഇൻറ്റു വീതിയാണ്. ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ ഏരിയ ആണ് ഈ 4000 എന്ന് തന്നിട്ടുള്ളത്. നീളം 80 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. വീതി നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇവിടുന്ന് വീതി കണ്ടുപിടിച്ചൂടെ? വീതി എങ്ങനെയായിരിക്കും വരിക? 4000 ഹരിക്കണം 80. കട്ട് ചെയ്ത് കളഞ്ഞാൽ 8 40 50 എന്ന് വരും. വീതി 50 മീറ്റർ ആണെന്ന് കിട്ടി അല്ലെ? നീളം 80 മീറ്ററും വീതി 50 മീറ്ററും ആണെന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? സ്ഥലത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം. സ്ഥലത്തിന് ചുറ്റും എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേലി കെട്ടുന്നത്. അപ്പൊ ഈ വേലി കെട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ചതുരത്തിന്റെ ചുറ്റളവാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചുറ്റുമാണ് നമ്മൾ വേലി കെട്ടുക അല്ലെ? അപ്പൊ ചുറ്റുമായത് കൊണ്ട് തന്നെ ഇതിന്റെ എന്താ നമ്മൾ കാണേണ്ടത്? ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സോ ചുറ്റളവ് കാണാനായിട്ട് ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചുറ്റളവ് പെരിമീറ്റർ അല്ലെ? ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ് സമം 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്. ചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്. 2 ഇൻറ്റു നീളം 80 പ്ലസ് വീതി 50. 2 ഇൻറ്റു 80 50 കൂടെ കൂട്ടിയാൽ 130 ആണ്. 13ന്റെ ഇരട്ടി 26 ആണ്. 260 മീറ്റർ ആയിരിക്കും ഈ ഒരു സ്ഥലത്തിന്റെ ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം. ക്ലിയർ അല്ലേ? സോ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് എന്താണ്? ഏരിയ പരപ്പളവ് നീളം ഇൻറ്റു വീതിയാണ്. ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു വീതി. അപ്പൊ ഇതിനകത്ത് പരപ്പളവ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? വീതി കണ്ടുപിടിച്ചു. വീതി എങ്ങനെ കണ്ടുപിടിച്ച്? ഈ 80 ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പൊ ഗുണനം 80 തൊട്ടപ്പുറത്ത് വരുമ്പോ ഹരണം 80 ആവും. b സമം 4000/80 50 മീറ്റർ ആണെന്ന് കിട്ടി. നീളവും വീതിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ഇവിടെ ഒരു 50 ആണ്, ഇവിടെ 80 ആണ്, ഇവിടെ 50 ആണ് അല്ലെ? അപ്പൊ 80 + 50 + 80 + 50 അത് കൂട്ടിയാൽ എന്താ കിട്ടുക? നമുക്ക് 260 ആണ്. ഇവിടെ 250 280 കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ചുറ്റളവ് എന്തായത്? 2 ഇൻറ്റു നീളം പ്ലസ് വീതി ആയത്. അപ്പൊ ഈ വേലി കെട്ടുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ചുറ്റളവാണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ പരപ്പളവ് എന്താണ്? ഏരിയ ആണ്. L ഇൻറ്റു ബി. ചുറ്റളവ് പെരിമീറ്റർ 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 260 ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 സെന്റിമീറ്റർ ആണ്. അത് 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. എന്താണ്? ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോ നമ്മളൊരു സർക്കിൾ ആണ് അല്ലെ? ഈ സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈന്, അതായത് സർക്കിളിലെ രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് എന്ത്? നമ്മളുടെ ഈ വ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 മീറ്റർ ആണ്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എന്താണ് 77 സെന്റിമീറ്റർ എന്നുള്ളത്. മീറ്റർ എന്ന് പറഞ്ഞു, സോറി, സെന്റിമീറ്റർ ആണ്. ഇനി ഇത് 1000 പ്രാവശ്യം കറങ്ങും. ഇത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ കുറച്ച് മുന്നോട്ട് നീങ്ങും, പിന്നെയും കറങ്ങുമ്പോൾ പിന്നെയും കാർ മുന്നോട്ട് നീങ്ങും. അങ്ങനെ 1000 പ്രാവശ്യം ഇത് കറങ്ങുമ്പോൾ ഇത് എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പോ ഒരു സർക്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം? 2πr ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ ഇങ്ങനെ എത്ര 2πr പോകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സോ നമുക്ക് ഇവിടെ കാണേണ്ടത് 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത് എത്ര ചുറ്റളവ് പോകുന്നു എന്നതാണ് ചോദ്യം. സോ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 2πr into 1000 ആണ് അല്ലെ? 2πr into 1000 ആണ്. 2πr എന്ന് വെച്ചാൽ ഈ ഒരു വൃത്തത്തിന്റെ ചുറ്റളവാണ്. ഓക്കെ, അപ്പോ ഇവിടുന്ന് r എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് d ആണ്, അതായത് d ആണ് 77, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് 77 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. ഇവിടുന്ന് റേഡിയസ് ആയ ആരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ തന്നിട്ടുള്ള d യുടെ പകുതി ആയിരിക്കും റേഡിയസ് കേട്ടോ. ഇവിടുന്ന് ഇത്രയും ഉള്ള ഭാഗമാണ് നമ്മുടെ റേഡിയസ്, ആരം എന്ന് പറയുന്നത്. അപ്പൊ തന്നിട്ടുള്ള വ്യാസത്തിന്റെ പകുതിയാണ് എന്ത്? റേഡിയസ്. അപ്പൊ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 2 ഇൻറ്റു പൈയുടെ വില നമുക്ക് ഇവിടെ 22/7 എന്ന് എടുക്കാം.
3.141 എക്സെട്ര എന്നുള്ളതും നമുക്ക് എന്താണ് പൈയുടെ വിലയാണ്. ഇവിടെ പക്ഷേ 7ഉം 22 അതായത് 77ഉം 2ഉം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈയുടെ വില എന്തായിട്ട് എടുക്കാം? 22/7 ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പൈയുടെ വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ വെട്ടിക്കുറയ്ക്കാൻ വെട്ടിച്ചെറുതാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈയുടെ വാല്യൂ 22/7 എന്ന് എടുക്കുന്നത്. ഇൻറ്റു r എത്രയാണ്? 77/2 ആണ്. ഇൻറ്റു 1000 എന്ന് വരും. ഇനി ഇവിടുന്ന് ഈ രണ്ടും കട്ട് ചെയ്യാം. ഈ 7 ഈ 77 11 പ്രാവശ്യം പോകും. സോ ഇവിടെ വരുന്നത് 22 ഇൻറ്റു 11 ഇൻറ്റു 1000 എന്നാണ്. ഇനി 22 ഇൻറ്റു 11 ചെയ്താൽ 242 പിന്നെ ഈ 3 പൂജ്യവും ഉണ്ടാവും അല്ലെ. അപ്പോ ഇനി ഈ ഇത്രയും കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്തിലാണ്? നമുക്ക് സെന്റിമീറ്ററിലാണ് അല്ലെ. ഇത്രയും ആൻസർ നമുക്ക് വന്നിട്ടുള്ളത് സെന്റിമീറ്ററിലാണ്. പക്ഷെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും എന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇത്രയും സെന്റിമീറ്റർ ദൂരമാണ് നീങ്ങുക എന്ന് നമുക്ക് മനസ്സിലായി. ഇതിന് ഇനി നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഉള്ള 242.000 എന്നുള്ളതിനെ 100 കൊണ്ട് നമ്മൾ ഒന്ന് ഹരിച്ചാൽ മതി. അപ്പൊ ഈ 2 പൂജ്യം വെട്ടിക്കളഞ്ഞ് 2420 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെന്റിമീറ്ററിനെ നമ്മളൊന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് by 100 ആണ് ചെയ്യേണ്ടത്. 2420 മീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2πr എന്താണ്? വൃത്തത്തിന്റെ ചുറ്റളവാണ്. ഓക്കെ, അടുത്തത് കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? എന്താണ്? കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? സോ ഒരു ക്ലോക്കിനകത്ത് നമുക്കറിയാം ഇവിടെ 12, ഇവിടെ 1 അല്ലെ. അപ്പോ ഇവിടുന്ന് ഇത്രയും ദൂരത്തേക്ക് കറങ്ങാൻ എടുക്കുന്ന ഡിഗ്രി അഥവാ ആംഗിൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, 1 മണിക്കൂർ കറങ്ങാൻ 30 ഡിഗ്രി ആണ് ഉണ്ടാവുക. 30 ഡിഗ്രി കറങ്ങും. 1 മണിക്കൂർ നീങ്ങുമ്പോ 30 ഡിഗ്രി നീങ്ങും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ചോദ്യം എന്താണ്? 8 മണി തൊട്ടിട്ട് ആദ്യം 8 മണിയായിരുന്നു, പിന്നെ ഉച്ച കഴിഞ്ഞ് 2 മണി വരെ അത്രയും കാണിച്ചപ്പോ ഈ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങി എന്നതാണ് ചോദ്യം. എന്താണ്? മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങിയെന്ന്. അപ്പൊ മണിക്കൂർ സൂചിക്ക് 1 മണിക്കൂർ കറങ്ങാൻ 30 ഡിഗ്രി ആണ് എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 മണി മുതൽ 2 മണി വരെ 8 AM to 2 PM വരെ എത്ര മണിക്കൂർ ഉണ്ട് എന്നൊന്ന് നോക്കൂ. 9, 10, 11, 1, 2 അല്ലെ. 6 മണിക്കൂറാണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ്? 9, 10, 11, 12, 1, 2 6 മണിക്കൂർ വരുന്നുണ്ട് അല്ലെ. 6 മണിക്കൂർ കറങ്ങാൻ എത്ര ഡിഗ്രി എടുക്കുന്നു? 1 മണിക്കൂർ 30 ഡിഗ്രി ആണെങ്കിൽ 6 മണിക്കൂറിന് 6 into 30 180 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഒന്നാമത് 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം പകുതി പോർഷൻ ആയിട്ടുണ്ട് അല്ലെ. അപ്പോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 180 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ 1 മണിക്കൂർ സൂചിക്ക് 1 മണിക്കൂർ നീങ്ങാൻ എടുക്കുന്ന ഡിഗ്രി ഓർത്തുവെക്കുക, 30 ഡിഗ്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്ത് നിന്നും 9ാമത്തെ വ്യക്തിയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഇതിപ്പോ നമുക്ക് വേറെ രീതിക്കും ചോദിക്കാറുണ്ട്. അനു ക്യൂവിന്റെ മുന്നിൽ നിന്ന് 9ാമതും വിനു ക്യൂവിന്റെ പുറകിൽ നിന്ന് 10ാമതും എന്നൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ 2 അറ്റത്ത് നിന്നും 9ാമത്തെ വ്യക്തിയാണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ടോട്ടൽ മെമ്പേഴ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒന്നും നോക്കണ്ട, m+n-1 എന്നുള്ള ഫോർമുലയിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ടോട്ടൽ is equal to m+n-1. എന്താണ്? ടോട്ടൽ is equal to m+n-1. m എന്ന് വെച്ചാൽ മുന്നിൽ നിന്നത്, n എന്ന് വെച്ചാൽ പുറകിൽ നിന്നിട്ടുള്ളത്. ഓക്കെ, ഇത് 2 അറ്റത്ത് നിന്നും 9ാമതാണെന്ന് പറയുന്നില്ലേ? അപ്പൊ m ഉം 9, n ഉം 9 -1 അല്ലെ. 9, 9 18 ആണ്. 18 - 1 17ാമത്തെ 17 പേരാണ് ആ ക്യൂവിനകത്തുള്ളത്. ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ടോട്ടൽ is equal to m+n-1.
ഓർത്തു വെക്കുക, എപ്പോഴും വരുന്ന ചോദ്യമാണ്. ഓക്കെ, മുന്നിൽ നിന്ന് വരുന്നതാണ് m, അല്ലെങ്കിൽ ഇത് തിരിച്ചു എടുക്കുക കേട്ടോ. മുന്നിൽ നിന്ന് n ഉം പിറകിൽ നിന്ന് m ആയിട്ട് എടുക്കാം, യാതൊരു കുഴപ്പമില്ല. ഇവിടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 9ാമതാണ് എന്ന് പറയുമ്പോൾ m ഉം n ഉം 9ആണ്. ഓക്കെ, അപ്പോൾ 9 + 9 - 1, അപ്പോൾ 17ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ റിവിഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.